എന്താടാ ഒരു വൈക്ലഭ്യം? ഓ, നാളെ സ്റ്റെപ്പ് തിരിച്ചു തരണോന്ന് ആലോചിച്ചിട്ടാ. വേണ്ടടാ, നിനക്ക് വേണ്ടി ക്ലാസ് റൂം നമുക്ക് താഴേക്ക് കൊണ്ടിരിക്കാം. വലിയ ഉപകാരം. അതെ, ഒരവർ കട്ട് ചോദിച്ചിട്ട് നിന്റെ അച്ഛനൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് നാളെ മാരിനിക്ക് അങ്ങ് പോവാം. ഏയ് അതൊന്നും ശരിയാവില്ല, വീട്ടിലറിഞ്ഞാ പ്രശ്നമാവും. എന്താടാ പ്രേമമാ? അങ്ങനെയൊന്നുമില്ല. കണ്ടോ മോളെ, ഒരു ആംബിയറില്ലാത്തവന് ഒന്ന് വരട്ടിയപ്പോഴേക്കും ദേ അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഇവനെ വിശ്വസിച്ചാണോ നീ ക്ലാസ്സിൽ കയറാതെ കോണിയുടെ ചോട്ടിൽ കുടുങ്ങി നിൽക്കുന്നത്? ക്ലാസ്സിൽ പോടി. അത് ചോദിക്കാൻ താനാടാ? അതെ, ഞങ്ങൾ തമ്മിൽ പ്രേമ. അങ്ങനെ പറ. നാളെ അവളുടെ അപ്പൻ ചോദിച്ചാൽ നീ അങ്ങനെ തന്നെ പറയണം. ഇനി മോള് കുടുങ്ങിക്കോട്ടെ. പ്രായം തെറ്റിന്റെ വിഷമം ഓരോരുത്തർ മാറും. നിനക്കിത് എന്തിന്റെ സൂക്കേടാ? ആ പിള്ളേരെങ്കിലും എൻജോയ് ചെയ്യട്ടാ. എന്താന്ന് അറിയില്ല അളിയാ, ഇതൊക്കെ കാണുമ്പോ ഒരു അസൂയ. അതെ, ഒരു സന്തോഷ വാർത്ത. നാളെ രാവിലെ മുതൽ വെള്ളം അടിക്കാം. നാളെ സമരം. എന്തിന്? നമ്മുടെ വോളിബോൾ കോർട്ടില്ലേ, അവിടെ പുതിയ ബിൽഡിംഗ് വരാൻ പോകുന്നു. യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ സെന്റർ. പുതിയ വോളിബോൾ കോർട്ട് ഉണ്ടാക്കിയിട്ട് മതി കൺസ്ട്രക്ഷൻ എന്ന സമരക്കാര്. എന്നാ നാളെ മുതൽ നമ്മളും സമരത്തിൽ. നമ്മുടെ പഴയ സമരമുറ. അത് പഴശ്ശിര മുറയല്ലേ, ഒളിപ്പോര്, ഒളിച്ചിരുന്നുള്ള പോര്. നീ നോക്കിക്കൂടെ തവളെ, ഇന്നേ വരെ ഈ ക്യാമ്പസ് കാണാത്ത പുതിയൊരു സമരമുറ നാളെ. കോർട്ടില്ലാതെ കളിക്കാൻ എന്താ കയ്യാങ്കളിയോ വോളിബോൾ? കളിക്കാൻ ഞങ്ങൾക്ക് കോർട്ടില്ലെങ്കിൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ. ഇവന്മാരെന്തീ കാണിക്കാൻ പോകുന്നത്? ഹലോ, വലയെറിയാൻ പോവാ. പോടാ പോടാ. കയ്യില് 2 ബോളൊക്കെ ഉണ്ടല്ലോ. ഒരെണ്ണം അവന്റെ വയറാടാ. നീ അവിടെ നോക്കൂ. എങ്ങോട്ട് പോകുന്നു ചേട്ടാ? അവിടെ നിൽക്കും മക്കളെ. എന്താണ് കളിക്കാൻ ഞങ്ങൾക്ക് കോർട്ടില്ലെങ്കിൽ അവന്മാരവിടെ റോഡിൽ പിക്കറ്റ്. ഇവന്മാര് എന്ത് കോപ്പ കാണിക്കുന്ന ഇവിടെ? വാടാ, വന്ന് കളിക്കണ മക്കളെ. അയ്യോ, ഇത് നമ്മുടെ സമരല്ലടാ. പിന്നല്ലാതെ വാഴ മക്കളെ. കളിക്കട പിള്ളേരെ. അങ്ങനെ ഇടാ. ഞാൻ ക്ഷണിച്ചുപോയി. നിങ്ങൾ വിളിച്ച റോഡിലാണ് പുന്നാര മക്കളെ അഭ്യാസം. നിന്റെ തന്നട വകയുള്ള പബ്ലിക് റോഡ് എന്നാ നോക്കി നിൽക്കുവാണോ? അടിച്ചു നിൽക്കുക കഴിവരണ മക്കളെ. പഴയ പുലികളാണത്രേ, ചെറ്റകള്. അടിയുടെ മണം കിട്ടിയപ്പോഴേ അവന്മാര് മുങ്ങി. എനിക്ക് ആദ്യം തോന്നിയിരുന്നു നമുക്കിട്ടുള്ള പണിയാണെന്ന്. അതെങ്ങനെ അപ്പോഴേക്ക് വിളി ചാടി ഇറങ്ങിയില്ലേ? എന്തെങ്കിലും അലമ്പുണ്ടായി അവന്മാര് മുമ്പ് കയറി നിൽക്കുന്നല്ലേ ഞാൻ കരുതിയത്. ഇത്രയ്ക്ക് പേടി തുറികളാണെന്ന് ഞാൻ നോക്കിയേ ചേട്ടന്മാര് കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നെന്ന്. ആപ്പിള്, ഓറഞ്ച്, മുന്തിരി ഒക്കെ കഴിച്ചോണം. ശോധനയ്ക്ക് നല്ലതാ. നിങ്ങൾ ഇതൊക്കെ കഴിച്ച് ഒരു 4-5 ദിവസം റെസ്റ്റ് എടുക്കും. കോളേജിലെ കാര്യങ്ങളൊക്കെ ചേട്ടന്മാരേറ്റു. അങ്ങനെ പേക്കണ്ട. ഗുണ്ട് സർട്ടിഫിക്കറ്റ് എഴുതി തീർന്നാ ഞങ്ങൾ ക്യാമ്പസിലോട്ട് തന്നെ വരുന്നത്. എടാ, ബോധമുള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ നിങ്ങൾ ഈ കാണിച്ചത്? എടാ, ഒരു പബ്ലിക് പ്ലേസിൽ ഇറങ്ങി കന്നന്തിരിവ് കാണിക്കുന്നതിന് മുമ്പ് അടി ഏതൊക്കെ വഴിയിൽ വരുന്നുള്ള കാര്യം വേണ്ടി ആദ്യം നോക്കി വെക്കാം. അതൊക്കെ ശരിയായിക്കോളും. എക്സ്പീരിയൻസിന്റെ കുറവ്. 4 പേരും വികലാംഗരാണെന്ന് അറിഞ്ഞില്ല. നട്ടലിന്റെ കുറവേ. ഹലോ, അത് വേണ്ട. അപ്പൊ നിങ്ങൾ അങ്ങനെയാണല്ലേ? ചേട്ടന്മാര് കൊണ്ടുവന്ന കൊട്ടയം വെട്ടിയെടുത്തോ. എന്നിട്ട് പുതിയ വല്ല സമരമുറ ഉണ്ടെങ്കിലേ അറിയിക്കേ. പഴശ്ശിയുടെ സമരമുറകൾ എന്തൊക്കെയാണെന്ന് ക്യാമ്പസ് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. പഴശ്ശി അത്ര ഏറ്റില്ല. അപ്പൊ ബൈ ബൈ, റെസ്റ്റ് ഇൻ പീസ്. നീയൊക്കെയാണ് ഈ പിള്ളേർക്ക് ഇങ്ങനെ വളം വെച്ച് കൊടുക്കണേ. തല്ലുള്ളി തരവല്ലേ കാണിക്കണേ? കാശിന്റെ ഹുങ്ക് അല്ലാണ്ടതാ. കവി എന്താ ഉദ്ദേശിച്ച തെളിച്ച ഇത്തിരി ഇല്ലാത്തൊരു പെങ്കൊച്ച് റിസോർട്ടിൽ റൂം എടുത്ത് ബർത്ത്ഡേ ആഘോഷിക്കുന്നു. അതും രാത്രിയിൽ വിത്ത് കള്ള. ഈ പ്രായത്തിൽ എനിക്കുണ്ടൊരു മോള്. അവളുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് എങ്ങനെയെന്നറിയോ? നല്ല തൂശനില വെട്ടിയിട്ട്
തുമ്പപ്പൂ ചോറു വിളമ്പി ആശിച്ച കറികളെല്ലാം നിരത്തി വച്ച്. അതാണ് അവള് ചിത്തറിന്റെ ക്ലാസിന്റെ കൂടെ ഒളിച്ചോടി പോയത്. എടുക്കണ ഒരെണ്ണം കൂടി. ദാ, നീ അറിഞ്ഞ എന്താ മന്നെ ചിറി ചോരുന്നു. എന്നാ കൂടിയാണ് ചേർക്ക കൂമ്പ് വാടിപ്പോവും. കാത്തുസൂക്ഷിച്ചൊരു കത്തുരി മാമ്പഴ കാക്ക കൊത്തി പോയി. അയ്യോ പപ്പൂസ് കൊത്തി പോയി. പാട്ടോടുള്ള സ്വാതന്ത്ര്യമില്ലേ? നീ പാടൂടാ. ഫസ്റ്റ് ഇയർ PG കുട്ടികൾ അവതരിപ്പിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു കലോപഹാരം. ഞങ്ങളിത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരായേ. ഏലത്തിന് ഇപ്പൊ എന്നാ വില? ആ, കുരുമുളകിനോ? ആ, പോട്ടെ, റബ്ബറിനോ? ഈ കൂതറ റബ്ബറിനുണ്ട് 2 രൂപ, ഡിസ്നി ആണെങ്കിൽ 10 രൂപ. കേട്ടോ കേട്ടോ, ഇവന് അതെങ്കിലും അറിയാം. നിനക്കോ? അത്ര വലിയ അത്യാവശ്യമാണ്, ഞാൻ വേണേൽ വിളിച്ചു വെച്ചിട്ട് പറയാം. ആ, നിനക്ക് വിളിച്ചു ചോദിക്കണം. എടാ, മാളിക്കൽ മാത്തുക്കുട്ടിച്ചായനോട് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയുമായിരുന്നു മാർക്കറ്റ് എന്നതാന്ന്. നിന്റെ അപ്പന്റെ കാര്യാ പറഞ്ഞത്. രാവിലെ എന്റെ അപ്പനെ വിളിക്കാനാണോ നിന്റെ പപ്പ വന്നിരിക്കുന്നത്? പപ്പയ്ക്ക് ഇപ്പൊ എന്നാ വേണ്ടേ? എനിക്ക് വേണ്ടത് എന്റെ മോക്ക് നീ അത്യാവശ്യം കൊടുക്കേണ്ട സാധനം. എന്ത്? മനസ്സമാധാനം. മനെ, നീ കാലത്ത് തന്നെ വെള്ളമടി തുടങ്ങുമെന്ന് ഇവൾ എന്നോട് പറഞ്ഞതാ. നിന്നോട് ഞാൻ ഒരു വാക്ക് ചോദിച്ചോ? നേരം വെളുക്കുന്നേടം വരെ ക്ലബിലിരുന്ന് ചീട്ടുകളിയാണെന്നും ഞാൻ അറിഞ്ഞതാ. എന്നിട്ടും നിന്നോട് ഞാൻ ഒരു വാക്ക് ചോദിച്ചോ? പക്ഷെ ഇപ്പോ നീ കോളേജിൽ പോണെന്ന് അറിഞ്ഞപ്പോ എന്റെ പൊന്നു മോനെ, ഞാൻ ആകെ തകർന്നു പോയടാ. അതപ്പാ സ്കൂളിൽ പോകാത്തോണ്ടാ. നീ മിണ്ടായിരടാ. മനെ, എല്ലാത്തിനും ഒരു സമയവും കാലമൊക്കെ ഉണ്ട്. വെറുതെ വീട്ടിലിരുന്ന് തിന്നുകുടിച്ച് ബോറടിക്കണ്ടെന്ന് കരുതിയാണ് നിന്നോട് ഞാൻ പാർട്ടിയിലേക്ക് വരാൻ പറഞ്ഞത്. എടേ, യൂത്ത് വിങ്ങിന്റെ 18 ജനറൽ സെക്രട്ടറിമാരിൽ ഒരെണ്ണം ഇവന് വേണ്ടി ഞാൻ റിസർവ് ചെയ്തു വെച്ചതാ. പക്ഷേ അതും ഇവന് വേണ്ട. വല്യപ്പച്ച ഒരു വാക്ക് പറഞ്ഞാ മതി, ഞാൻ ഈ പഠിപ്പൊക്കെ നിർത്താം. സെക്രട്ടറി ആക്കണമൊന്നുമില്ല. കണ്ടോടാ, കണ്ടോ? ഇതാണ് സ്പിരിറ്റ്. വീണ്ടും പുച്ഛം. പപ്പയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതിന്റെ മണ്ടയിൽ ഇതൊന്നും കയറുകയല്ല. പപ്പ ചെല്ല്, മീറ്റിംഗ് വൈകണ്ട. ഓ, ശരിയാ. അപ്പാപ്പ ഇറങ്ങട്ടെ മക്കളെ. എന്താ, ഞാനങ്ങ് ഇറങ്ങുവാ. ഒരു ലേന ചർച്ചയുണ്ട് ആലുവയിൽ വെച്ച്. ആരുമായിട്ടാണാവോ? ആരെങ്കിലും ഒക്കെ ആയിട്ട് കൊറേ ഉണ്ടല്ലോ. നീ എന്താണ് വിചാരിച്ച്? നിന്റെ കോരപ്പനെ കാണിച്ച് അങ്ങ് വരണ്ടു വന്നോ? എന്റെ പട്ടി പഠിക്കും. കാലത്തെ അപ്പനെ പറഞ്ഞോണ്ടല്ലോ, കൊച്ചിരിക്കുന്നു ഞാൻ നോക്കില്ല. നെറുകം നൽകി ഞാനൊന്ന് വെച്ച് തരുവേ. ആഹാ, ഇതിനെതിരെ ഞാൻ ശക്തമായിട്ട് ആഞ്ഞടിക്കൂടി. ആഞ്ഞടിക്കും. വെറുതെ പേടിപ്പിക്ക പന്നി. എന്താ കണ്ടൂടെ? നീ ഇതെവിടെ പോടി? പാലായ്ക്ക്, എന്റെ വീട്ടിലേക്ക്. പഠിച്ച IAS കിട്ടിയിട്ട് ഇങ്ങനെ വിളിക്കും. നീ തന്നെ കാണിക്കുന്നത്? എനിക്ക് മതിയായി. ചെറുക്കനെ കൂടെ കൊണ്ടുപോടി. സൗകര്യമില്ല. വീട്ടിൽ നിന്ന് വന്നപ്പോ ഞാൻ ഇതിനെ കൊണ്ടല്ലോ വന്നത്.
എടാ മാതപ്പ മമ്മിയുടെ ഒപ്പം പോയി കാറി കയറാ. ആഹാ അങ്ങനെ അപ്പൊ ഒറ്റയ്ക്ക് വിലസണ്ട കേട്ടാ. ഹോ, ഇവനെയൊക്കെ ഏത് നേരത്താണോ? അത് അന്നേരം ആലോചിക്കണം. ചേട്ടൻ എന്താ ആകെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നേ? മോളെ, വിവാഹ ജീവിതത്തിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം എപ്പോഴും ഓർക്കണം. ഭർത്താവിന്റെ സന്തോഷം അതായിരിക്കണം മോക്കടെ സന്തോഷം. ഓക്കെ? അതെ, ഞാൻ ഇറങ്ങിട്ടോ. നല്ലൊരു പണി കൂടി കൊടുത്തിട്ടുണ്ട്. മാത്തനെ വീട്ടിൽ തന്നെ നിർത്തി. ഇനി കോളേജിൽ പോകുന്നൊന്ന് കാണണമല്ലോ. മുന്നേ ഞാനിവിടെ പൂട്ടിയിട്ടുണ്ട്. വീടും കുടുംബവും ഇല്ലാത്ത ബാക്കി രണ്ടുപേരുണ്ടല്ലോ. ഇനി അവര് പോട്ടെ കോളേജില്. പാത്തുമ്മ, ഇതുപോലെ ഞാൻ നിന്നോട് വേറൊന്നിനും കെഞ്ചിയിട്ടില്ല. 2 ക്ലാസ് മിസ് ചെയ്താൽ മതി. പാച്ചപ്പ് ചെയ്യാൻ വലിയ പാടാ. നിനക്കറിയോ, ഞങ്ങൾ 4 പേരും തമ്മില് ഒരു മത്സരം പോലുണ്ട് ഫസ്റ്റ് റാങ്കിന് വേണ്ടി. നീ ഒന്ന് സഹകരിച്ച ഫസ്റ്റ് റാങ്ക് നിന്റെ ഇക്കാക്കൊക്കെ തന്നെയാ. പൊയ്ക്കോട്ടടി പ്ലീസ്. ഓ താങ്ക് യു മുത്തേ. മുന്നേ ഇവിടുന്ന് ഇറങ്ങിയ ഞാൻ അപ്പ ഷട്ടർ ഇടും. പെട്ടല്ലോ പടച്ചോനെ. ആ, ഇത് എവിടെ പോയി കിടക്കുകയാണ്? മണി 11 കഴിഞ്ഞില്ലേ? എടാ പാത്തുമ്മ എന്നെ പൂട്ടിയിരിക്കുക. ഒരു പഴുത് കിട്ടിയ ഞാൻ ചാടും. പാത്തുമ്പോനെ പൂട്ടിയിട്ടിരിക്കുകയെന്ന്. പൂട്ടും. അതല്ല ഞാൻ കല്യാണം കഴിക്കാത്തത്. എന്തോ പണ്ടാറടങ്ങാൻ എന്ത് ചെയ്യാനളിയാ? പോണ പോക്കിലുള്ള ബൈക്കിന്റെ വാൽറ്റ്യൂബ് ഊരി കൊണ്ടുപോയി. ബസ്സില മഹാത്മാ കോളേജ് ഒരു ഫുൾ റെസ്റ്റ്. കോളേജിലാ? നീയാ? ഫുൾ ടിക്കറ്റ് അവനാ, കൺസെഷൻ എനിക്കും. സ്റ്റുഡന്റ് ഞാനാ. കാണിച്ചു കൊടുക്കു പപ്പ. എന്ത്? ഐഡന്റിറ്റി കാർഡ്. ഓ അത് ശരി. ദാ. ദാ, സമാധാനായല്ലോ. കാട് കോപ്പ കഴിഞ്ഞിരിക്കട്ടെ. കാശറോ? അതെ, ഈ മുതക്കന് കൺസെഷൻ കൊടുക്കണമെന്ന്. സ്റ്റുഡന്റ് ആണെന്ന്. കരിപ്പുണ്ടാക്കല്ലേ? സ്റ്റുഡന്റ് ആണെങ്കിൽ ഞാൻ കൺസെഷൻ വാങ്ങിയിരിക്കും. മേടിക്കും നാട്ടാടെ കയ്യിന്ന്. മറ്റുള്ളവരെ മെനക്കെടുത്താതെ കാശ് കൊടുക്കണോ? താനൊരു ആർട്ടിയോ? ഒന്ന് പോടാവേ. എന്താടാ ഇറങ്ങണ വണ്ടി വണ്ടി നിർത്തോ? തനിക്കൊക്കെ എന്തെങ്കിലും കുത്തിക്കഴപ്പുള്ളൂ. ഒരു കൺസെഷൻ ചോദിക്കാൻ പാടില്ലേ? വണ്ടി നിർത്തി, വണ്ടി നിർത്തി. അയ്യോ ദേ പോയി. അയ്യോ എന്റെ മോനെ ഇവിടെ. നീയൊക്കെ വരുമല്ലോ കോളേജിൽ പോയി കൂടെ. അപ്പൊ കാണാടാ. പോടാ, നീ എന്നെ വളർത്തും. താങ്ക് യുടാ. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. തൽക്കാലം നീ മമ്മിയോട് പറയണ്ട. നമുക്ക് ഐസ്ക്രീം കേട്ടാം. ചേട്ടാ 2 ഐസ്ക്രീം. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. ദേ വരുന്നുണ്ട്. എന്താ പ്രശ്നം? ചോദിക്കാനും പറയാനും ആരില്ലാന്ന് വിചാരിച്ചാ. വലിയ ചൊറിച്ചിലായിരുന്നു. ഒരു പിഞ്ച് കുഞ്ഞ് എസ്റ്റി ചോദിച്ചാൽ നിനക്ക് കൊടുക്കാൻ പറ്റില്ല. കണ്ടാ തോന്നല്ലേ അണ്ണാ പഠിക്കാൻ പോവാണെന്ന്. പറഞ്ഞപ്പോ എനിക്ക് തമാശയായിട്ടാണ് തോന്നിയത്. പഠിക്കാൻ പോടാ, അതും ഈ പ്രായത്തില്. സാറേ പറ്റിപ്പോയി. ട്രിപ്പ് മുടക്കരുത്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? താൻ ഇറക്കി വിട്ടിരുന്ന ഓട്ടോ വിളിച്ചോന്ന് അതിന്റെ കാശ് കിട്ടണം 15 രൂപ. എന്തിനാണ് 15 ആക്കണത്? 20 രൂപ. ഐസ്ക്രീമിന്റെ കാശ് പിന്നെ നിന്റെ അപ്പാപ്പ തരൂ. എല്ലാം കൂടെ ചേർത്ത് 70 രൂപ. അതവിടെ വെക്കേ. ഇത് നിനക്കൊരു പാഠമായിരിക്കണം. പോണ വഴിക്ക് എവിടെയെങ്കിലും ഇറങ്ങി നീ ഇതിന് മണി ഓർഡർ ആയിട്ട് അയച്ചു കൊടുത്തോളാം. അഡ്രസ് കൊടുക്കടാ. ഫിലിപ്പ് ഇടുക്കുള, മഹാത്മാ കോളേജ് എറണാകുളം. ഫിലിപ്പ് ഇടിക്കുള. 2 ദിവസം മണി ഓർഡർ കിട്ടിയില്ലെങ്കിൽ നിന്റെ 2 ട്രിപ്പ് ഞങ്ങൾ മുടക്കും. വിത്ത് താക്കോല്. എന്താണ്? അവള് കടപൂട്ടി ഷട്ടർ ഇട്ടളിയാ. കടയുടെ ഷട്ടർ ഇട്ട സ്ഥിതിക്ക് അവൾ എന്തായാലും ഇനി നിന്റെ മുമ്പിൽ വീടിന്റെ ഷട്ടർ ഇടുന്നുള്ള കാര്യം ഉറപ്പാ.
അതെ ഇവന്റെ പെമ്പറന്നൂരാണെങ്കിൽ പാലായിക്കും പോയി. ഇനി എന്താടാ ഹോസ്റ്റലിൽ കയറാൻ പ്രശ്നം? ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടോളിയാ. അതിനല്ലേ ഉണ്ണിത്താൻ സാറ്. അപ്പൊ മാത്തപ്പൻ എന്ത് ചെയ്യും? ഈ ട്രോഫി ഇപ്പൊ തന്നെ ടാക്സി വിളിച്ച് പാലേക്ക് അയക്കാൻ പോവല്ലേ? അപ്പാപ്പന്റെ കൂടെ ചെറുക്കൻ ചീത്തയാവായിരുന്നാ മതി. പാപ്പൻ ചീത്താവാതിരുന്നാ മതി. വല്ലോം പറഞ്ഞായിരുന്നോ? ആ